നമസ്കാരം. സൂപ്പർ ലീഗ് കേരള കിക്ക് ഓഫിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പാണുള്ളത്. നമുക്കൊപ്പം കാലിക്കറ്റ് എഫ് സിയുടെ താരങ്ങൾ ചേരുകയാണ്. ഞങ്ങൾ മിഠായി തെരുവിലാണ്. കാലിക്കറ്റ് എഫ് സിയുടെ താരങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിക്കോട്ടുകാരായ താരങ്ങളാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, അജ്സൽ, റോഷൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത്. ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ് മിഠായി തെരുവിലൂടെ. നമ്മൾ നടക്കാം. പ്രശാന്തേ, നമ്മളിതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട് അല്ലേ? വല്ലാത്ത വൈബാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കുറെ കാലമായി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഹനുമാൻ ടെമ്പിളിൽ വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കോഴിക്കോട് ടീം ഇത്തവണ? നമ്മൾ കോഴിക്കോടേക്ക് എത്തുമ്പോൾ പ്രശാന്തിന് ഒരു പ്രത്യേക സന്തോഷം കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും. എൻ്റെ സ്ഥലമാണ്, എൻ്റെ ഹോമാണ്. ഇവിടെ കളിക്കാൻ പറ്റുന്ന വലിയൊരു സന്തോഷമാണ്. നമ്മുടെ നാട്ടുകാരെ മുന്നിൽ നമ്മുടെ ഹോം കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. പിന്നെ ടീമും അത്യാവശ്യം നല്ല ടീമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഡിഫൻഡിങ് ചാമ്പ്യനായിരുന്നു നമ്മൾ. പിന്നെ ആകെ പ്രിപ്പറേഷൻ ടൈം കുറച്ച് കുറവാണ്. 3 മാസം സീസൺ, ഒരു മാസത്തിൽ നമ്മൾ ഫിറ്റായി കളിക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളി പ്ലേയേഴ്സും എക്സ്പീരിയൻസ് ഫോറിനേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും മലയാളീസ് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ചെയ്യും. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് പന്ത് തട്ടുന്ന സമയത്തും പഞ്ചാബിന് കളിച്ച സമയത്തും ഇന്റർകാസ്റ്റിക്ക് കഴിഞ്ഞ തവണ കളിച്ചപ്പോഴൊക്കെ നമുക്ക് ഫുട്ബോളിനോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു വികാരം വേറെ തന്നെയാണ്. അതേ നേരത്തെ പറഞ്ഞു, ഹോം വീട്ടിൽ ഞാൻ കളിച്ചു വരുന്ന സ്ഥലമാണ് കോർപ്പറേഷൻ സ്റ്റേഡിയം. ഞാൻ ഇവിടുന്ന് പന്ത് തട്ടി വന്ന ഒരാളാണ്. ഇവിടെ അധികം കളിക്കാൻ പറ്റിയില്ലെങ്കിലും അണ്ടർ 15, അണ്ടർ 16 ആ ഒരു സമയത്തുള്ളായിരുന്നു. പിന്നെ ഇവിടെ അതേ നേരത്തെ തുറക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കളിയാണ്. നമ്മളെ വീട്ടുകാരും സപ്പോർട്ടേഴ്സും എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിൽ പോയി ചോറ് കഴിക്കണം തോന്നിയാൽ പോയി കഴിച്ചിട്ട് പോരാം. തീർച്ചയായിട്ടും. അതന്നെ. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ട്. അവരെ മുന്നിൽ കളിക്കാന്ന് പറയുന്നത് അതിലും വലിയ സന്തോഷം, അതിലും വലിയ ഭാഗ്യം വേറെ ഇല്ല. റോഷലിനോട് ഞാൻ ചോദിച്ചേ, റോഷൽ വീട് കോഴിക്കോട് എവിടെയാണെന്ന് ചോദിച്ചു. നമ്മുടെ ഇവിടെ പുതിയങ്ങാടിയിലാന്ന് പറഞ്ഞു. അതെ, ഞാൻ ഇവിടെ പുതിയങ്ങാടി അടുത്ത ഒരു 5 മിനിറ്റ് ഉള്ളൂ. സ്വന്തം നാടല്ലേ? നമ്മളെ നാടല്ലേ? തൈത്തെരുവിൽ ഇതിനു മുമ്പ് ഫ്രണ്ട്സിനൊക്കെ ഒപ്പം വന്നിട്ടുണ്ടാവുമല്ലോ. ഓ, തൈത്തെരുവ് കോഴിക്കോട്ടാറുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ സന്തോഷ് ട്രോഫി കഴിഞ്ഞ തവണ നമുക്കറിയാം ഫൈനലിലാണ് നമ്മളൊന്ന് വീണ് പോയത്. പക്ഷേ റോഷലിനെ നമ്മൾ അന്നേ നോട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഗംഭീര കളിയായിരുന്നു. ഇത്തവണ നമ്മൾ കോഴിക്കോട്ടിലെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഇൻഷാ അല്ലാഹ് ജയിക്കുന്നുള്ള പ്രതീക്ഷ ടീമിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ബാക്കി പിന്നെ എല്ലാ ടീമും ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കളിക്കുന്നത്. ബാക്കി നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ 100 ഇടും. അത് അതിനുള്ള എഫക്റ്റ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കളിക്കുക എന്ന് പറയുന്ന ഒരു പ്രഷറുണ്ടോ നമുക്ക്? പ്രഷർ ഉണ്ടാവും. കാരണം സ്വന്തം നാട്ടിൽ കളിക്കുന്ന പറയുന്ന തന്നെ ഒരു വലിയൊരു ഇതാണ്. അപ്പോൾ എന്തായാലും ജയിക്കണം. അതിലുപരി അതാണ് നമുക്ക് എല്ലാവരിലും ഉള്ളത്. ഇൻഷാ അല്ലാഹ് നല്ല ടീമും ഉണ്ട്. കോച്ചായാലും എല്ലാവരും മാനേജ്മെൻ്റ് ഒക്കെ എല്ലാത്തിനും ഓക്കെയാണ്. അപ്പോൾ സപ്പോർട്ടാണ്. അപ്പോൾ ഒന്നുകൊണ്ടും അങ്ങനത്തെ ഒരു ഭയമില്ല. ഓക്കെ. അർജുനെ, വീട് കുരാച്ചുണ്ടല്ലേ? എടക്കടക്ക് ടൗണിൽ വരുന്ന ആളായിരുന്നു ഞങ്ങള്. ഞാൻ പിന്നെ എറണാകുളത്താണ് പഠിച്ചത്. എന്നാലും കോഴിക്കോട് വരും മാക്സിമം ഇവിടെയൊക്കെ വന്ന് കറങ്ങാം. ഈ മാനാഞ്ചിറ മൈതാനത്തെ കുറിച്ച് അറിയാം? നമ്മൾ അവിടെ നിൽക്കുന്നതിന്റെ അറിയാമോ? അല്ല, അവിടെയൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട്. ഐതിഹാസികമായ ഒരു ചരിത്രമുണ്ട് നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത്. IM വിജയൻ പണ്ട് സിസേഴ്സ് കപ്പില് ഒരു സിസർ കട്ട് ഗോൾ അടിച്ചത് ഉണ്ട്. ആ ഗോൾ അടിച്ചത് ഇവിടുന്ന. കോഴിക്കോടിന് വേണ്ടി ജേഴ്സി അണിയുമ്പോൾ ഒരു വലിയ ത്രില്ലിലാണല്ലോ. അതെ, ഉറപ്പായിട്ടും. ഞാൻ ലാസ്റ്റ് ഇയറും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇയറും കളിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ നിലനിർത്തിയ താരങ്ങളിൽ ഒരാളാണ്. അതെ. കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഇത്തവണ എന്താണ് വ്യത്യാസം? തവണ കുറച്ചുകൂടി നല്ല സ്ക്വാഡ് ഉണ്ട്. പ്ലേയേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളാണ്. നല്ലൊരു അർജന്റീനിയൻ പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടിയും അവരുടെ ശൈലിയും എല്ലാം ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. അർജന്റീനക്കാരൊക്കെ വന്നോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആണ് നമ്മൾ. സ്ട്രോങ് ആണ്. ഈങ്ങാപ്പുഴക്കാരനാണ് അജ്സല്. ഈങ്ങാപ്പുഴയിൽ അജ്സലിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോഴേ ഈങ്ങാപ്പുഴയിലെ പ്രാദേശിക സോഷ്യൽ മീഡിയ പേജുകളിൽ മുഴുവൻ അജ്സലിന്റെ ഓളമായിരുന്നു. എങ്ങനെയുണ്ട്? നാട്ടിൽ വന്നതിൻ്റെ ത്രില്ലിലാണല്ലോ. അതെ, നാട്ടിൽ വന്ന വളരെ സന്തോഷത്തിലാണ്. കാലിക്കറ്റ് വേണ്ടി കളിക്കാന്ന് പറയുന്നത്. പഠിച്ചത് ഇവിടെ കോഴിക്കോട് ഈങ്ങാപ്പുഴ തന്നെയാണോ? 10 വരെ പഠിച്ചത്. പിന്നെ +1 +2 മലപ്പുറം MSPയിൽ. അവിടുന്ന് പിന്നെ ഡിഗ്രി കോതമംഗലം MA കോളേജിൽ. പ്രാക്ടീസ് എങ്ങനെയാണ് പോകുന്നത്? പ്രാക്ടീസ് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര നല്ല രസകരമായിട്ട് പോകുന്നുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എല്ലാം രസകരമായിട്ട്. ഇനി കളി അടുത്ത് വരാണ്. കളി ജയിക്കണം. അതുകൊണ്ട് നല്ല രസം ഉണ്ടാവും. കൊച്ചിക്കാരും തിരുവനന്തപുരംകാരും ഒക്കെ ഇവിടെ വന്ന് തോൽപ്പിച്ചിട്ട് പോകുന്നു പറയുന്നുണ്ട്. നോക്കാം, അവരെ ആത്മവിശ്വാസം അവരെ രക്ഷിക്കട്ടെ. റോഷൽ അങ്ങനെയൊക്കെ നടക്കുമോ? അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, 2 ടീമും ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഗ്രൗണ്ടിലുണ്ടാവും. ബാക്കി ഇൻഷാ അല്ലാഹ് കാണാം. മലപ്പുറത്തുകാർ വല്ലാത്തൊരു പ്രതീക്ഷയല്ല ഇത്തവണയുള്ളത്. മലപ്പുറത്തിൻ്റെ ആരാധകരും ടീമും. റോയ് കൃഷ്ണ അറിയാമല്ലോ, ഒരുമിച്ച് കളിച്ച ആളുകളായിരിക്കും ഇതുകൾ. റോയ് കൃഷ്ണയുണ്ട്, മറ്റു താരങ്ങളുടെയൊക്കെ പേര് പറയുന്നുണ്ട്.
അതിനേക്കാൾ ഉപരി ഒരു ടീം വർക്ക് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് തീർച്ചയായും അവരെ പ്രതീക്ഷ അവര് നമ്മൾക്ക് പ്രതീക്ഷ നമ്മര് പഴയ MSP കാരനാണ്. എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. നമുക്ക് നമ്മുടെ ടീം നല്ല പ്രതീക്ഷ ഉണ്ട്, എന്തായാലും ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അർജുൻ എങ്ങനെയുണ്ട് ലൈഫിൽ ഈ സൂപ്പർ ലീഗ് കേരള വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എങ്ങനെയുണ്ട് ഫുട്ബോളിൽ? വളരെ വലിയൊരു മാറ്റമാണ്. ഞാനിപ്പോൾ എനിക്കിപ്പോൾ 2023 ജോലി കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ് ജോലി KCB-യിലാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ISL അങ്ങനത്തെ രീതിയിലേക്ക് കളിക്കാൻ പോകാൻ കുറച്ച് ടഫാണ്. അപ്പോൾ എനിക്ക് ISL അങ്ങനത്തെ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ SLK എന്നൊക്കെ പറഞ്ഞത് വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ കളിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിലൊക്കെ SLK ഈ ISL അതേ രീതിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്, എല്ലാ കാര്യങ്ങളാണെങ്കിലും. ഇപ്പം അതേപോലെ തന്നെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഒരു ISL രീതിയിൽ തന്നെ ക്ലബിന് കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ ഒരു എക്സ്പീരിയൻസ് ആണ്. കോഴിക്കോട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പോൾ അവരോട് നമുക്ക് കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് പറയാനുള്ളത്? ഞാനൊരു ബിരിയാണി പേഴ്സണാണ്. ഞാൻ കോഴിക്കോട് ഇപ്പം മുംബൈയിൽ നിന്ന് ഇന്റർകാശി തന്നെ ഒരു പ്ലെയർ ആസിഫ്, പിന്നെ അനിഖിൽ ജാദവ് ഉണ്ട്, അവന് ISL കളിച്ച. ഇവർ വന്നപ്പം ഞാനിപ്പോൾ ബോംബെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് മട്ടൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു, പേരങ്ങളിൽ പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊടുത്തു, റഹ്മത്ത് പോയിട്ട് ബീഫ് ബിരിയാണി വാങ്ങിക്കൊടുത്തു. അപ്പം നടക്കുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട് നമുക്ക് മന്തി കഴിക്കണം, മന്തി കഴിക്കണം. അപ്പം ഒന്ന് വേറെ സ്ഥലം നോക്കാം. ഫുഡും ഫുട്ബോളും തീർച്ചയായിട്ടും കോഴിക്കോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഓഫ് കോഴ്സ് ഫുഡ് ഏറ്റവും ബെസ്റ്റ് കോഴിക്കോടല്ലേ. ഇന്നിപ്പോൾ ഏതൊരാളോട് ചോദിച്ചാലും കോഴിക്കോട്ട് നിന്ന് ഫുഡ് പറയുള്ളൂ. എന്താ സ്പെഷ്യൽ ഇവിടെ? എല്ലാം സ്പെഷ്യലാണ്. കോഴിക്കോട്ടുകാരും കോഴിക്കോട് ഫുഡും. ഞാനിത് തുടക്കത്തിൽ ചോദിച്ച കാര്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. കോഴിക്കോട്ട് ആരാധകർ വലിയ ത്രില്ലിലാണ്. ഇത്തവണയും കപ്പ് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടും വർഷവും കപ്പ് എടുക്കണം എന്ന് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആരാധകർക്ക് വേണ്ടി ഞങ്ങൾക്ക് അടിച്ചു കൊടുക്കണമെന്നും താല്പര്യം. ഇത്തവണയും കൂടെ കപ്പടിച്ചാൽ അർജുനാവും ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞാൽ? അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ടീം കളിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഹാർഡ് വർക്ക്, മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട്, അത് തന്നെ ഫാൻസിൻ്റെ ആ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുമ്പോഴാണ് ലാസ്റ്റ് ഇയർ പോലെ തന്നെ. ലാസ്റ്റ് ഇയർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജനമാണ് വന്നിട്ടുള്ളത്. ഫൈനലിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ കളിക്കും നമുക്ക് EMS സ്റ്റേഡിയം കത്തിച്ച് നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? അവരൊക്കെ കളിയാണെത്തല്ലേ? അവരൊക്കെ കളിയാണ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നാട്ടിൽ. കാരണം അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു പ്ലെയർ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ആണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും വരും എന്നൊക്കെയാണ് പറഞ്ഞത്. നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലും നാട്ടിലെ മുക്കിലും ഒക്കെ അച്ഛൻ്റെ പേരാണ് ഇപ്പോൾ ആയിരുന്നു. ഇവിടെ വന്ന് സൈനികതൊക്കെ ഇപ്പം പിന്നെ നിന്നല്ലോ. പക്ഷെ അതൊരു വലിയ സന്തോഷമല്ലേ നാട്ടുകാരുടെ? അല്ലേ? ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. മിഠായി തെരുവെന്നാണ്. അപ്പം മധുരമുള്ളതിന് ഈ സീസൺ കഴിയുമ്പോൾ നല്ല മധുരമുള്ള വാർത്ത തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. റോഷല്ലേ? ആ തീർച്ചയായും പ്രതീക്ഷിക്കും. അല്ലേ? റോഷലിന് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോ? അതെന്താ ക്രിസ്ത്യാനോ? ഒരു റോൾ മോഡലാണ് എല്ലാതും കൊണ്ടും. ആ, കളിയും ഔട്ട് ഓഫ് ദ ഫീൽഡ്, ഓൺ ദ ഫീൽഡ് എല്ലാം അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ പുള്ളിയെ പോലെ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇല്ല, പക്ഷെ അവർ ഫുട്ബോൾ കാണുന്ന കളിക്കാൻ തുടങ്ങിയ മുതൽ ആ ഒരു ഇതായിരുന്നു, ക്രിസ്ത്യാനോ എന്നുള്ളൊരു ഇതായിരുന്നു മനസ്സിൽ പുറത്ത്. എന്നാലും ഞങ്ങൾ മിഠായി തെരുവെന്ന് പതിയെ മടങ്ങുകയാണ്. പക്ഷേ കാലിക്കറ്റ് FCയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി അവരുടെ കിരീടം നിലനിർത്തുക എന്നുള്ളതാണ്. ആ കിരീടം നിലനിർത്തുമ്പോൾ വലിയ സന്തോഷം. ഈ 4 പേരും കോഴിക്കോട്ടുകാരായ 4 പേരും കാലിക്കറ്റിൻ്റെ ജേഴ്സിയിൽ ഇത്തവണ പന്ത് തട്ടാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. വലിയ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ സമ്മാനിക്കാൻ കാത്തു നിൽക്കുകയാണ്. വലിയ കഠിന പരിശീലനമാണ്. ഗോവയിൽ പോയി പരിശീലനം ഉണ്ടായിരുന്നു അല്ലേ? ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു. മറ്റ് പരിശീലനം ഇവിടെ പോകുന്നുണ്ട് അല്ലേ? കഠിനമായ പരിശീലനം ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കപ്പല്ലാതെ മറ്റൊന്നും ഒരു ലക്ഷ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് കാലിക്കറ്റിൻ്റെ കോഴിക്കോടൻ സ്ക്വാഡ് അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റ് അതിഥികളുമായി. മുഷ്താഖിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.